വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് സാരി ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്കുമായാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. മിക്ക ആൾക്കാരും തുടക്കത്തിൽ ബ്ലൗസ് കട്ട് ചെയ്യാൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഴയൊരു അളവ് ബ്ലൗസ് എടുക്കുക. അതിൻ്റെ തയ്യലൊന്ന് അഴിച്ചു മാറ്റുക. അതിൽ നിങ്ങൾ എടുക്കേണ്ടത് അതിൻ്റെ ബാക്ക് പാർട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ പടി എടുക്കുക. പിന്നെ അതിൻ്റെ സ്ലീവ്, ഇത്രയും ഭാഗങ്ങൾ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബ്ലൗസ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്, കൈ എടുത്തിട്ടുണ്ട്, പടിഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു ഭാഗം തയ്യൽ മാറ്റി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും പാർട്ടുകളാണ് നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. തുണിയിൽ ഇതിൻ്റെ അളവുകൾ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് തുണിയെ എത്രയാണോ വീതി വേണ്ടത് അത്രയും വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് മടക്കി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തയ്യൽ തുമ്പ് ഒരു 3/4 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഒരു 3/4 ഇഞ്ച് കൂടി കൂട്ടി ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. ഇനി ചെയ്യുന്നത് എവിടെയാണോ നമ്മൾ മടക്കി തയ്ച്ചിരിക്കുന്നത് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അളവുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടേപ്പ് എടുത്ത് അളന്ന് എഴുതി വെക്കാം. പിന്നീട് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ട തുണിയുടെ മുകളിൽ വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസ് തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തേരുവശമാണ് ഈ സൈഡിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടി കൊടുക്കുക. ഞാനൊരു 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട്.
അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതിനെ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് ഇതിൻ്റെ ടെക്കിൻ്റെ മാർക്കിംഗ് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യത്തെ ടെക്ക് എവിടെയാണോ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പാർട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ടെക്കിൻ്റെ സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്തു. മൂന്നാമത്തെ ടെക്കിൻ്റെ സെൻറ്റർ പാർട്ടും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എത്രയാണോ വീതി എടുത്ത് ടെക്ക് മാർക്കിട്ടത് ആ പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3/4 ഇഞ്ചാണ് ഇതിൻ്റെ ടെക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും. ഇത് 1/4 ഇഞ്ചാണ് രണ്ട് സൈഡിലും ടെക്കിൻ്റെ മാർക്കിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടെക്കിൻ്റെ വീതി 1.5 ഇഞ്ചാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. ടെക്കിൻ്റെ നീളം ഓരോന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ടെക്കിൻ്റെ നീളം വന്നിരിക്കുന്നത് 4 ഇഞ്ചാണ്. ഈ ടെക്കിൻ്റെ നീളം 3 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഈ ടെക്കും 3 ഇഞ്ചാണ് നീളം വന്നിരിക്കുന്നത്. എല്ലാ ടെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ടെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ഈ ടെക്കിൻ്റെ മാർക്കിംഗ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ച് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ടെക്കിൻ്റെ മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഞാൻ 4ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്ലീവിൻ്റെ പാർട്ടും ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് അളവൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മൾ എത്രയാണോ മടക്കി തയ്ക്കേണ്ടത് അപ്പോൾ അത്രയും ഭാഗം ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനായി ഒരു 1.5 ഇഞ്ചോളം വീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചോളം ഒന്ന് കൂട്ടി ഒന്ന് വരച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഫ്രണ്ട് പാർട്ടൊന്ന് കുടിച്ച് കട്ട് ചെയ്യണം. അതും
ഈ സ്ലീവ് എത്രയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കി നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സെൻറ്ററുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എത്രയാണോ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ കുഴിച്ച് മാർക്ക് ചെയ്തത് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ പടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് നീട്ടി വരച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തുന്നഴിച്ച് വെച്ച പടി ഇതുപോലെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 പാർട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ടോട്ടൽ നമുക്കൊരു 6 പാർട്ട് വേണം. ബാക്കിയുള്ളത് ഇത് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പടിഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഹുക്സിൻ്റെ ആ ഭാഗം വെച്ച് കൊടുക്കാൻ വേണ്ടി 2 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ വീതി 3 ഇഞ്ചും മറ്റേതിൻ്റെ 2 ഇഞ്ചുമാണ്. അപ്പം നീളം നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം എപ്പോഴും. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 1 ഇഞ്ചോളം വീതിയിലുള്ള ക്രോസ് പീസുകളാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്രോസ് ആയിട്ട് സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്ലീവും ഇതിൻ്റെ പടിയും ക്രോസ് പീസും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.